എല്ലാവർക്കും എജുലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു +2 ലെവൽ മെയിൻ എക്സാമിന് നടന്ന LD ടൈപ്പിസ്റ്റ് അതേപോലെ ടൈപ്പിസ്റ്റ് ക്ലർക്ക് തസ്തികയിലേക്കുള്ള +2 ലെവലിലുള്ള ഒരു മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം കാറ്റഗറി നമ്പർ 12/2021 ആണ് കാറ്റഗറി നമ്പർ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ അല്ലേ? അപ്പം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഷൻ ഓഫ് WEF എക്സ്പാൻഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് ആൻസർ. വിത്ത് ഇഫക്റ്റീവ് ഫ്രം എന്നാണ് WEF എക്സ്പാൻഷൻ. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് തന്നെ ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എക്സ്പാൻഷൻ പഠിക്കുമ്പം WEF ഒക്കെ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈസ് ഫൗണ്ട് ഓൺ ഡാഷ് സൈഡ് ഓഫ് ടൈപ്പ് റൈറ്റർ. അതായത് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ടൈപ്പ് റൈറ്ററിന്റെ ഏത് ഭാഗത്താണ് കാണുക എന്നാണ് ചോദിക്കുന്നത്. ഏത് ഭാഗത്താണ്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദി കീബോർഡ് ആണോ, റൈറ്റ് സൈഡ് ഓഫ് ദി കീബോർഡ് ആണോ, അതോ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി തമ്പ് വീലാണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പം ഇതാണ് നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പം ഓപ്ഷൻ തന്നത് നാലാമത്തെ 4 ഓൺലി. അപ്പം ഏതാണ്? നാലാമത്താണ് ശരി എന്ന് പറയുന്നത്. പിന്നെ ബി എന്താ? ഓപ്ഷൻ 1 ഓൺലി. സി ചോദിക്കുന്നത് 2 ഓൺലി. ഡി 3 ഓൺലി. ഏതാണ് ആൻസർ വരിക? സി അല്ലേ ആൻസർ വരിക അല്ലേ? 2 ഓൺലി അല്ലേ വരിക. അതായത് കീബോർഡിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ആരെ കാണുക? റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിനെ കാണുക അല്ലേ? റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിനെ എവിടെയാണ് കാണുക? കീബോർഡിന്റെ റൈറ്റ് സൈഡിൽ. എന്നിട്ടല്ലേ നമ്മൾ ആ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്ററിലല്ലേ നമ്മൾ ആ കളർ റെഡിയാക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് പാർട്ട് ഓഫ് ദി ടൈപ്പ് റൈറ്റർ ഡു ദ റിജിഡ് ഡോഗ് ആൻഡ് ലൂസ് ഡോഗ് ആക്ട്? അതായത് റിജിഡ് ഡോഗ്, ലൂസ് ഡോഗ് ഒക്കെ ഇല്ലേ നമ്മൾ റോക്കർ മെക്കാനിസത്തിലൊക്കെ പഠിച്ച ഈ റിജിഡ് ഡോഗ്, ലൂസ് ഡോഗ് ഒക്കെ ടൈപ്പ് റൈറ്ററിന്റെ ഏത് ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എസ്കേപ്മെന്റ് വീലിലാണോ, പീനിയൻ വീലിലാണോ, തമ്പ് വീലിലാണോ, നൺ ഓഫ് ദ എബോവ് ആണ്? നമ്മൾ റോക്കർ മെക്കാനിസത്തിന്റെ ക്ലാസ് എടുത്തപ്പം ഈ റിജിഡ് വീലിന്റെയും ലൂസ് ഡോഗിന്റെയും ഒക്കെ ആക്ഷനും എവിടെയാണ് അത് ആക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള വിശദമായ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കേട്ടവർക്ക് ഇതിന്റെ ആൻസർ നേരിട്ട് തന്നെ പറയാം. ഏതാണ് വരിക? ഓപ്ഷൻ എ ആണല്ലേ വരിക. അതായത് എസ്കേപ്മെന്റ് വീലിലാണ് ആര്? ഈ റിജിഡ് ഡോഗും ലൂസ് ഡോഗും ആക്ട് ചെയ്യുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, അഡ്രസ് ഇൻ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ ടൈപ്ഡ് ഇൻ ഡാഷ് സ്പേസിംഗ്. ഒഫീഷ്യൽ ലെറ്റേഴ്സിൽ അഡ്രസ് ടൈപ്പ് ചെയ്യുന്നത് എത്ര സ്പേസിംഗിലാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ട്രിപ്പിൾ സ്പേസിംഗ് ആണോ, അതായത് 3 സ്പേസ് വിട്ടിട്ടാണോ, അതോ ഡബിൾ സ്പേസ് ആയിട്ടാണോ, 1.5-ലാണോ, സിംഗിളിലാണോ? എത്രയിലാണ് വരിക? സിംഗിളിലല്ലേ വരിക. സിംഗിൾ ആയിട്ടല്ലേ നമ്മൾ അഡ്രസ് ടൈപ്പ് ചെയ്യുക. അപ്പം ഏതാണ് വേണ്ടത്? ഓപ്ഷൻ ഡി. ഇനി അടുത്ത്, വിച്ച് among the following is used to increase keyboard tension? അതായത് 5th ക്വസ്റ്റ്യൻ ചോദിച്ചത് താഴെ തന്നുള്ളതിൽ ഏതാണ് നമുക്ക് കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം വേരിയബിൾ ലൈൻ സ്പേസർ ഉണ്ട്, ഡിറ്റന്റ് റിലീസ് ലിവർ ഉണ്ട്, റാച്ചറ്റ് വീൽ ഉണ്ട്, ടച്ച് റെഗുലേറ്റർ ഉണ്ട്. ഏതാണ് വരിക? ടച്ച് റെഗുലേറ്റർ ആണല്ലേ വരിക. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ് വരിക അല്ലെ. ടച്ച് റെഗുലേറ്റർ ആണ് എന്ത്? ഞാൻ ആ ആൻസർ ആണ് എടുത്ത് അടിയിൽ വരയ്ക്കുന്നത്. അതായത് ഓപ്ഷൻ വരിക ഈ ഇതാണ്. നേരത്തെ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏതാണ് വരിക എന്നുള്ളതാണ് ഞാൻ വരച്ചത്. അപ്പം നമ്മൾ ഓപ്ഷൻ ആയിട്ട് താഴെ ഉള്ളത് ആൻസർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഇതെടുത്ത് വരച്ചത് കേട്ടോ. അപ്പം ഇവിടെ ഏതാണ് വരിക? ടച്ച് റെഗുലേറ്റർ ആണ് അല്ലെ. അപ്പം പറഞ്ഞേ എന്താ ഡിറ്റന്റ് റിലീസ് ലിവർ? ഡിറ്റന്റ് റിലീസ് ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരേജിന്റെ ലെഫ്റ്റ് സൈഡിൽ
സിലിണ്ടറിന്റെയും തമ്പുവീലിന്റെയും ഇടയിൽ കാണുന്ന ഒരാളാണ് ആര്? ഡിറ്റന്റ് റിലീസ് ലിവർ അല്ലെ. അതേപോലെ ഡിറ്റന്റ് റിലീസ് ലിവറിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഡിറ്റന്റ് റിലീസ് ലിവറിന്റെ മറ്റു പേരുകളാണ് ഏത്? ലൈൻ സ്പേസ് ഡിസെൻഗേജിങ് ലിവർ എന്നൊക്കെ അല്ലെ. ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. ഇനി വേരിയബിൾ ലൈൻ സ്പേസർ എന്താ? വേരിയബിൾ ലൈൻ സ്പേസർ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിനെ കറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ആര്? വേരിയബിൾ ലൈൻ സ്പേസർ അല്ലെ. അപ്പോൾ അതെവിടെയാ കാണുക? തമ്പ് വീലിന്റെ സെന്ററിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആരെ കാണുക? ഈ വേരിയബിൾ ലൈൻ സ്പേസറിനെ കാണും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. റോമൻ ന്യൂമറിക്കൽ ടു റെപ്രസെന്റ് 70 ഈസ്. 70 എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പം റോമൻ ന്യൂമറൽസ് നമ്മൾ പഠിക്കുക ഏതൊക്കെ വെച്ചിട്ടാണ്? വി, എക്സ്, എൽ, ഡി, സി, എം. ഇവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? റോമൻ ന്യൂമറൽസ് റെപ്രസെന്റ് ചെയ്യുക. അല്ലെ ഇതിന്റെ ആൻസർ ഐ എത്രയാ? 1 ആണ്. വി റോമൻ ലെറ്റർ യൂസ് ആണ്. അതിൽ 1 to 10 നമുക്ക് അണ്ടർസ്റ്റുഡ് ആയിരിക്കും. വി എത്രയാ? 5, എക്സ് 10, എൽ എന്ന് പറയുന്നത് എത്രയാ? 50 ആണ്. സി എന്ന് പറയുന്നത് 100 ആണ്. ഡി എന്ന് പറയുന്നത് 500 ആണ്. എം എന്ന് പറയുന്നത് 1000 ആണ്. അപ്പൊ ഇവ വെച്ചിട്ടാണ് നമ്മൾ റോമൻ ന്യൂമറൽസ് റെപ്രസെന്റ് ചെയ്യാം. അപ്പം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇവയില് വലിയ വാല്യൂന് ലെഫ്റ്റ് സൈഡിലാണ് ചെറിയ വാല്യൂസ് വരുന്നതെങ്കിൽ നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് എഴുതുക. ഇപ്പം എക്സ് എൽ എന്ന് കൂട്ടിക്കോളൂ. എക്സ് എൽ ഇതിലുള്ള ഓപ്ഷൻ തന്നെ എക്സ് എൽ. ഇതിൽ എല്ലിന്റെ വാല്യൂ എത്രയാ? 50 ആണ്. എക്സിന്റെ വാല്യൂ എത്രയാ? 10 ആണല്ലോ. അപ്പം എൽ അല്ലേ ഇതിൽ വലുത്. അപ്പം ഈ എല്ലിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ചെറിയ വാല്യൂ ആയ ഇത് വന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വരും? 50 മൈനസ് എന്ത് വരും? 10 ആണ് വരിക. അപ്പൊ ആൻസർ എത്ര വരിക? 40 വരും അല്ലേ. ഇനി തിരിച്ച് ഇപ്പം ഇതെടുക്കാം. എൽ എക്സ് എടുക്കാം നമുക്ക്. എൽ എക്സ് എടുത്താൽ എന്താ? എല്ലിന്റെ വാല്യൂ എത്രയാണ്? 50 ആണ്. എക്സിന്റെ വാല്യൂ 10 ആണ്. അപ്പം ഈ വലിയ വാല്യൂവിന്റെ റൈറ്റ് സൈഡിലാണ് ചെറിയ വാല്യൂ വന്നത്. അപ്പം വലിയ വാല്യൂവിന്റെ റൈറ്റ് സൈഡിൽ ചെറിയ വാല്യൂ വരികയാണെങ്കിൽ നമ്മൾ കൂട്ടിയിടുക അല്ലെങ്കിൽ പ്ലസ് ചെയ്ത് വരികയാണ് ചെയ്യുക. വലിയ വാല്യൂ ആണ് വരിക. അതായത് 50 ഇത് വരും പ്ലസ് 10 വരും. അപ്പൊ ആൻസർ എത്ര വരും? 60. ക്ലിയർ ആയോ? അപ്പം റോമൻ ന്യൂമറൽസ് ഇവയുടെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം. 1, 5, 10 വരെയുള്ള നമുക്ക് അറിയുന്നതാണ്. പിന്നെ പഠിക്കേണ്ടത് ഇത് മാത്രമാണ്. എൽ എന്ന് പറയുന്നത് 50 ആണ്. ഡി എന്ന് പറയുന്നത് 500 ആണ്. സി എന്ന് പറയുന്നത് 100 ആണ്. എം എന്ന് പറയുന്നത് 1000 ആണ്. അപ്പം വലിയ വാല്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ചെറിയ വാല്യൂ വന്നതെങ്കിൽ ആൻസർ നമ്മൾ മൈനസ് ചെയ്തിട്ട് ചെയ്യും. വലുതിന് ചെറുത് കുറച്ചിട്ട്. തിരിച്ച് വലുതിന്റെ റൈറ്റ് സൈഡിലാണ് ചെറിയ വാല്യൂ വന്നതെങ്കിൽ നമ്മൾ അഡീഷൻ ചെയ്യും. ഇതിന്റെ കറസ്പോണ്ടിങ് ആയ വാല്യൂസ് തമ്മിൽ എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്തിട്ട് ആൻസർ വരും. ഓക്കെ. അപ്പം ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? നമുക്ക് വേണ്ടത് 70 ആണ്. 70 വരണമെങ്കിൽ എന്ത് വരണം? ഇതിൽ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലെ വരിക. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഏതാണ്? 3 അല്ലെ. ഇതായിരിക്കും വരിക. കാരണം എന്താ? എൽ എന്ന് പറയുന്നത് എത്രയാ? 50 അല്ലെ. 50 പ്ലസ് 10 പ്ലസ് 10 എത്രയാ? 78. ഇപ്പൊ 50ന്റെ വാല്യൂ എത്രയാ? 50ന്റെ നമ്മൾ കൊടുക്കുന്ന എത്രയായിരുന്നു? എൽ അല്ലേ. പിന്നെ ഇത് എത്രയാ? എക്സ് 10x പിന്നെ എക്സ്. ആൻസർ ഏതാണ് വരിക അല്ലേ? അപ്പം ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരിക. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് 7th ക്വസ്റ്റ്യൻ. ഓൺ IGS ഓൺ ദി എൻവലപ്പ് ഓൺ ദി ഒഫീഷ്യൽ ലെറ്റർ ഈസ് ഫൗണ്ട് ഓൺ. അതായത് നമ്മൾ ഒഫീഷ്യൽ ലെറ്ററിൽ ഓൺ IGS എന്നത് നമ്മൾ ടൈപ്പ് ചെയ്യല്ലോ. അത് എവിടെയാണ് എൻവലപ്പ് നമ്മൾ ആ കവറിൽ കാണുക? എവിടെയാണ്?
ടോപ്പ് റൈറ്റിലാണോ, ടോപ്പ് ലെഫ്റ്റിലാണോ, ടോപ്പ് സെന്ററിലാണോ, അല്ലെങ്കിൽ ബോട്ടം റൈറ്റിലാണോ? എവിടെയാ ഉണ്ടാവുക? ടോപ്പ് സെന്ററിലല്ലേ വരിക? സെന്ററിലായിട്ടല്ലേ നമ്മൾ ഓൺ IGS എന്ന് എഴുതുക. ഓപ്ഷൻ ഏതാണ് വരിക? ആൻസർ ബി ആണ് അല്ലേ വരിക. ഇനി ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ, വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ലെറ്റർ ജി? ജി എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ കീബോർഡിൽ ഏത് ലെറ്റർ വെച്ചിട്ടാണ്, ഏത് ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യാന്നാണ്. ഏത് ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക? ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ അല്ലേ? അപ്പം ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുക? ജി എന്ന് പറയുന്ന ക്യാപിറ്റൽ ജി നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പം ഇവിടെ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി ആണ് വരിക. ഇനി നമ്മൾ റൈറ്റ് മിഡിൽ ഫിംഗർ വെച്ചിട്ട് ടൈപ്പ് ചെയ്യുന്ന ലെറ്റർ ഏതാ? റൈറ്റ് മിഡിൽ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാറാണ് സീനെയാണ് അല്ലേ? റൈറ്റ് മിഡിൽ ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ സി ടൈപ്പ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ റൈറ്റ് മിഡിൽ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ആരെയായിരുന്നു? റൈറ്റ് മിഡിൽ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക ആരെയാണ്? ഐനെയാണ് അല്ലെ? സ്മോൾ ലെറ്റർ ഐ ആണ് റൈറ്റ് മിഡിൽ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ടോ, ലെഫ്റ്റ് ഹാൻഡ് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ആരെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക? സി ടൈപ്പ് ചെയ്യും അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് നമ്മൾ സി ടൈപ്പ് ചെയ്യും. പിന്നെ എ ടൈപ്പ് ചെയ്യുന്ന ലെഫ്റ്റ് ഹാൻഡ് ലിറ്റിൽ ഫിംഗർ. എ ആണെങ്കിലോ ലെഫ്റ്റ് ഹാൻഡിലുള്ള ലിറ്റിൽ ഫിംഗർ കൊണ്ടാണ് നമ്മൾ എ ടൈപ്പ് ചെയ്യുക. എക്ക് ഏതായിരുന്നു? ലെഫ്റ്റ് ഹാൻഡ് ലിറ്റിൽ ഫിംഗർ അല്ലെ? ലെഫ്റ്റില് ഏതാണ്? ലിറ്റിൽ ഫിംഗർ. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിറ്റിൽ ഫിംഗർ കൊണ്ട് ടൈപ്പ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എ. അതേപോലെ തന്നെ നമ്മൾ ജി ടൈപ്പ് ചെയ്ത് ഏത് ലെറ്റർ കൊണ്ടായിരുന്നു? ഏത് ഫിംഗർ കൊണ്ടായിരുന്നു? ഏത് ഫിംഗർ കൊണ്ടാണ്? ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ കൊണ്ടാണ്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് 9th ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫങ്ഷൻ ഓഫ് റോക്കർ മെക്കാനിസം ഈസ് ടു ഹെൽപ്പ്. അതായത് റോക്കർ മെക്കാനിസത്തിന്റെ മെയിൻ ഫങ്ഷൻ എന്തിനാണ് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റിനാണ് അല്ലെ? നമ്മൾ റോക്കർ മെക്കാനിസം പറഞ്ഞ സമയത്ത് ക്ലിയർ ആയിട്ട് ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞതാണ്. ആ ക്ലാസ് കേട്ടവർക്ക് ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ദ മെയിൻ ഫങ്ഷൻ ഓഫ് റോക്കർ മെക്കാനിസം ഈസ് ടു ഹെൽപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ്. ഓക്കെ, ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ. ഇനി അടുത്തത് 10th ക്വസ്റ്റ്യൻ, കോൺഫിഡൻഷ്യൽ ഓർ അർജന്റ് മാറ്റേഴ്സ് ആർ ഫോളോഡ് ആസ്. അതായത് വളരെ സീക്രട്ട് ആയ, കോൺഫിഡൻഷ്യൽ ആയ അല്ലെങ്കിൽ അർജന്റ് ആയ മാറ്ററുകൾ നമ്മൾ ഏത് ടൈപ്പ് ലെറ്ററിലാണ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ തന്നത് ഒഫീഷ്യൽ ലെറ്റർ, നോട്ടിഫിക്കേഷൻസ്, ഡെമി ഒഫീഷ്യൽ ലെറ്റർ, ബിസിനസ് ലെറ്റർ. അപ്പൊ ഏതാണ് വരിക? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണല്ലേ വരിക. ഏതാണ് ഓപ്ഷൻ ഡി? ഡെമി ഒഫീഷ്യൽ ലെറ്റർ. അപ്പം ഡെമി ഒഫീഷ്യൽ ലെറ്ററിലാണ് എന്ത്? കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ അർജന്റ് മാറ്ററുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇനി 11th ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ക്യാൻ പെർഫോം സീക്വൻസ് ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ടു അച്ചീവ് എ ടാസ്ക് ഈസ് കോൾഡ്. എന്താണ് ചോദിച്ചത്? ഇപ്പൊ നമ്മളെ ടൈപ്പ് റൈറ്ററിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ബാക്കി ഏതാണ്? കമ്പ്യൂട്ടറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 11th തൊട്ടിട്ട് കമ്പ്യൂട്ടറിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫസ്റ്റ് കമ്പ്യൂട്ടറിലെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ക്യാൻ പെർഫോം സീക്വൻസ് ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ടു അച്ചീവ് എ ടാസ്ക്. ഏതാ അതിൽ വരിക? നിങ്ങൾ നോക്കിയേ, ഏതാണ്? പ്രോഗ്രാം അല്ലേ? പ്രോഗ്രാം എന്ന് പറയുന്നതല്ലേ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ? അതെന്താ പെർഫോം ചെയ്യുന്നത്? അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ, നമ്മളൊരു ടാസ്ക് അച്ചീവ് ചെയ്യാനുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്ന ഒരു സീക്വൻസ് അല്ലേ? ഇങ്ങനെ ഒരു മാല പോലെ ഇങ്ങനെ അടുക്കി വെച്ചല്ലേ കാര്യങ്ങളൊക്കെ. ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അതിന് എന്താണ് നമ്മൾ വിളിക്കുക? പ്രോഗ്രാം എന്നാണ് അല്ലേ വിളിക്കുക?
പ്രോഗ്രാം എന്നാണ് വിളിക്കുക. ഇനി CPU എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളാണ് അത് CPU. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു മെമ്മറി യൂണിറ്റ് ആണ് അല്ലെ? ഇറ്റ്സ് എ പ്രൈമറി മെമ്മറി യൂണിറ്റ്. ഇനി ഓപ്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ ഫാസ്റ്റസ്റ്റ് most powerful and expensive computers used at atomic research centers, scientific institutions, and weather forecasting centers that can perform trillions of calculations per second. അതായത് ഇവിടെ ചോദിച്ചത് എന്താ വെച്ചാൽ ഈ സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതേപോലെ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നോക്കുന്ന കാലാവസ്ഥാ പഠന കേന്ദ്രങ്ങൾ അവിടെയൊക്കെ ഏറ്റവും യൂസ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയ ഫാസ്റ്റ് ആയ വളരെ എക്സ്പെൻസീവ് ആയ ഒരു കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുക. എങ്ങനെയാ അതിൽ നമുക്ക് കാൽക്കുലേഷൻസ് ഒരുപാട് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പെർ സെക്കൻഡ് തന്നെ കിട്ടും വേണം. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് കമ്പ്യൂട്ടർ ആണ് ഉള്ളതെന്നാണ് ചോദിച്ചത്. ഏതാണ്? പേഴ്സണൽ കമ്പ്യൂട്ടർ ആണോ, ടാബ്ലറ്റ് ആണോ, നെറ്റ്വർക്ക് ആണോ, സൂപ്പർ കമ്പ്യൂട്ടർ ആണോ? ഏതാണ്? സൂപ്പർ കമ്പ്യൂട്ടർ അല്ലേ? നമ്മൾ കമ്പ്യൂട്ടർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ പറഞ്ഞ ക്ലാസ്സിൽ സൂപ്പർ കമ്പ്യൂട്ടർ എവിടെയാണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ആൾക്കാരെ തന്നെയാണ് നമ്മൾ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി അടുത്തത് 13th ക്വസ്റ്റ്യൻ. 13th ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? 13th ക്വസ്റ്റ്യൻ 1 petabyte ഈസ് ഈക്വാലന്റ് ടു ഡാഷ് ടെറാബൈറ്റ്. 1 petabyte എത്ര ടെറാബൈറ്റിന് ഈക്വൽ ആണെന്നാണ് ചോദിക്കുന്നത്. എത്ര ടെറാബൈറ്റിനാണ്? 1024 അല്ലേ? അപ്പൊ മെമ്മറി യൂണിറ്റുകൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. 1 nibble 4 nibble എന്ന് പറയുന്നതാണ് ഒരു ബിറ്റ്. 8 ബിറ്റ് ആണ് ഒരു ബൈറ്റ്. ഒരു 1024 ബൈറ്റ് ആണ് ഒരു കിലോ ബൈറ്റ്. 1024 കിലോ ബൈറ്റ് ആണ് ഒരു മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റ് ആണ് ഒരു ടെറാബൈറ്റ്. 1024 ടെറാബൈറ്റ് ആണ് ഒരു പെൻറ്റാബൈറ്റ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ടേ. നമ്മൾ അതുവരെ പറയുന്നുള്ളൂ. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് അത് ബാക്കിയുള്ളതും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി ദ സ്റ്റഡി അനാലിസിസ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഈസ് കോൾഡ് എന്താണ്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഇനി ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഐഡന്റിഫൈ ദ മെറ്റാലിക് ഡിവൈസ് ദാറ്റ് ഈസ് തെർമൽ കണ്ടക്റ്റീവ് ആൻഡ് ഡിസൈൻഡ് ടു അബ്സോർബ് ആൻഡ് ഡിസ്പേഴ്സ് ഹീറ്റ് ടു എ ഫ്ലൂയിഡ് മീഡിയം ഫ്രം എ ഹൈ ടെമ്പറേച്ചർ ഒബ്ജക്റ്റ് ലൈക്ക് എ കമ്പ്യൂട്ടർ പ്രൊസസർ. എന്താ ആൻസർ? എന്താണ് വരിക? ഹീറ്റ് സിങ്ക് ആണ് അല്ലേ? എന്താ ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞിട്ടില്ലേ? അതൊരു മെറ്റാലിക് ഡിവൈസ് ആണ്. ഇറ്റ്സ് എ മെറ്റാലിക് ഡിവൈസ്. അതെന്താ ചെയ്യുന്നത്? അതൊരു തെർമൽ കണ്ടക്റ്റീവ് ആണ്. ആൻഡ് ഡിസൈൻ ടു അബ്സോർബ് ആൻഡ് ഡിസ്പേഴ്സ് ഹീറ്റ് ടു എ ഫ്ലൂയിഡ്. അതായത് ഹൈ ടെമ്പറേച്ചർ ഒബ്ജക്റ്റിൽ നിന്നും ഫ്ലൂയിഡ് മീഡിയത്തിലേക്ക് എന്ത് ചെയ്യണം? ഹീറ്റ് അതേപോലെ തന്നെ അബ്സോർബ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രൊസസറിലെ ഒരു ഒബ്ജക്റ്റ് ആണ് ഒരു ഹീറ്റ് സിങ്ക്. ഓക്കെ. കമ്പ്യൂട്ടർ പ്രൊജക്ടറിൽ നിന്നും അല്ലെ കമ്പ്യൂട്ടർ പ്രൊസസറിൽ നിന്നും ഈ ആവുന്ന ഈ ഹൈ എന്താ പറയാ ചൂട് അങ്ങനത്തതൊക്കെ എന്ത് ചെയ്യുക? അബ്സോർബ് ഒക്കെ ചെയ്യുന്ന ഒരു മെറ്റാലിക് ഡിവൈസ് ആണ് ആര്? ഹീറ്റ് സിങ്ക്. ഇനി കാച്ച് എന്ന് പറയുന്ന ആരാണ്? പ്രൈമറി മെമ്മറി ഡിവൈസ് ആണ്. ALU ആരാ? CPU ഉള്ള ഒരു ഭാഗമല്ലേ ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് അല്ലെ? ഇനി അടുത്തത് 16th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് നെറ്റ്വർക്ക് ക്ലാസ് ഈസ് റിസർവ്ഡ് ഫോർ മൾട്ടി കാസ്റ്റിംഗ്? മൾട്ടി കാസ്റ്റിംഗിന് ഉള്ള ഏത് റിസർവ് ചെയ്യുന്ന ഏത് നെറ്റ്വർക്ക് ആണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് D, ക്ലാസ് E. ഏതാണ് ക്ലാസ്? ഏതാണ് വരിക? ക്ലാസ് D ആണ് വരിക. 17th ക്വസ്റ്റ്യൻ. നെയിം ദ ഡിവൈസ് ദാറ്റ് സ്കാൻസ് ടെക്സ്റ്റ് on paper and converts that scan text into digital form. എന്താ ഇവിടെ ചോദിച്ചത്? ഇവിടെ എന്താണ് ശരിക്കും ഇവിടെ എന്താ പറഞ്ഞത്? ഇപ്പം നമ്മളോട് പറഞ്ഞത് ഒരു ഡിവൈസ് അത് എന്ത് ചെയ്യും? അത് നമ്മള് ഒരു പേപ്പറിലുള്ള ടെക്സ്റ്റ് സ്കാൻ ചെയ്തിട്ട് അതിനെ എങ്ങോട്ട് സ്കാൻ ചെയ്യും? ഡിജിറ്റൽ ഫോമിലേക്ക് ആ സ്കാൻ ടെക്സ്റ്റിനെ മാറ്റും.
അങ്ങനെ പറയുന്നതിന് എന്താ നമ്മൾ പറയുക, അല്ലെങ്കിൽ അതിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് ആര്? OCR. OCR എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? OCR അല്ലേ? ആരാണ്? OCR ആണ് ആൻസർ വരിക അല്ലെ. OCR എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ ഇമേജിലുള്ള അക്ഷരങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് സാധാരണ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത് പോലുള്ള ടെക്സ്റ്റ് ആക്കി മാറ്റുന്ന ആൾക്കാരാണ് ആര്? OCR. അതിനെ കുറച്ചും കൂടെ വിപുലീകരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 18th ക്വസ്റ്റ്യൻ ആണ്. 18th question. The interface consisting of menus, icons, windows, and pointers that allow a user to give instructions using a press of mouse button is called. എന്താണ് എന്താ ഇവിടെ ചോദിച്ചത്? ഒരു മൗസ് ബട്ടൺ, നമ്മൾ മൗസ് ബട്ടൺ അല്ലെ, ഈ മൗസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് മെനൂസ്, ഐക്കൺസ്, വിൻഡോസ്, അതേപോലെ പോയിന്റേഴ്സ് ഒക്കെ ലഭിക്കുന്ന ആ ഒരു ഇന്റർഫേസിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. എന്താ വിളിക്കുന്നത്? ഓപ്ഷൻ A, GUI. ഓക്കെ. ഇനി 19th question. Choose the malware that allows a hacker to access your computer completely. അതായത് നമ്മളെ കമ്പ്യൂട്ടറിനെ ഹാക്കറിൽ നിന്നും അക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുന്നതിൽ നിന്നും ഇതാക്കുന്ന മാൽവെയർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ D. ഏതാ? റൂട്ട് കിറ്റ്സ് ആണ് അല്ലേ. അപ്പം എന്താ വൈറസ് അറിയാം. ഇനി സ്പൈവെയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്പൈവെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ അനുമതിയില്ലാതെ അവരെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയും ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അയാളെ അനുമതിയില്ലാതെ അവരെ കമ്പ്യൂട്ടറിലോ അല്ലെ ഫോണിലോ ഒക്കെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള അല്ലെങ്കിൽ അവരുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യാം. അതേപോലെ തന്നെ വിവരങ്ങൾ അവർ ചെയ്യുന്നതിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഹാക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് സ്പൈവെയർ. ഇനി അഡ്വെയർ എന്ന് പറഞ്ഞാലും എന്താണ്? നമ്മുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഉപഭോക്താവിന്റെ അനുവാദമില്ലാതെ ആ സിസ്റ്റത്തിൽ നമുക്ക് സ്വയം ഇതിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപഭോക്താവ് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് അഡ്വെയർ. ഓക്കെ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ. ചൂസ് ദ സെർച്ച് എഞ്ചിൻ ഫ്രം ദ ഫോളോയിങ്. തന്നിട്ടുള്ളതിൽ നിന്ന് നമ്മളോട് ഒരു സെർച്ച് എഞ്ചിനെ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ആൻസർ ചെയ്ത സെർച്ച് എഞ്ചിൻ ഏതാ? യാഹു. വേറെ ഏതൊക്കെയാണ്? ഗുരുജി, ബിങ് ഒക്കെ ഏതാ? സെർച്ച് എഞ്ചിൻസ് അല്ലേ. സെർച്ച് എഞ്ചിൻ അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. അപ്പം ഏതൊക്കെയാണ് സെർച്ച് എഞ്ചിൻസ് ഉള്ളത് ഒരു കൂടുതലായിട്ട് ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവയുടെ പേരൊക്കെ ഒന്ന് പഠിക്കുക. ഗുരുജി, യാഹു, ബിൻ, ഡെക്ഡോഗ് അങ്ങനത്തതൊക്കെ അതിന്റെ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി 21st ക്വസ്റ്റ്യൻ. The name the coding standard developed by IBM primarily for use with mainframes. ഏതാണ്? ദാ കോഡിങ്ങിന്റെ പേര് IBM ഡെവലപ്പ് ചെയ്ത കോഡിംഗ് ആണ്. ഇത് അതേപോലെ തന്നെ പഠിക്കണം. ഇനി ഓപ്ഷൻ A ആണ് ആൻസർ. ഇനി അടുത്തത് 22nd ക്വസ്റ്റ്യൻ. സോഫ്റ്റ്വെയർ പാക്കേജ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻസ് ഇൻ ദ ഫോം ഓഫ് സ്ലൈഡ് ഷോ ഈസ് എന്താ? ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് അതെന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്ക് തരാനുള്ള ഇൻഫർമേഷൻസ് ഒരു സ്ലൈഡ് ഷോ മോഡല് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിരുന്നു. അത് ഏത് ടൈപ്പ് സോഫ്റ്റ്വെയർ പാക്കേജ് ആണ്? പ്രസന്റേഷൻ പാക്കേജ് ആണ് അല്ലേ. വേർഡ് പ്രോസസ്സിങ്ങിലൊക്കെ എന്താ? ഡോക്യുമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ അല്ലെ. സ്പ്രെഡ്ഷീറ്റ് ആണെങ്കിലോ നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ. ഇനി ഇതാ നമ്മൾ നോക്കിയിരുന്ന ഷോർട്ട് കട്ട് കീസ് വരുന്ന. വി ക്യാൻ മേക്ക് എ സെലക്ടഡ് ടെക്സ്റ്റ് ബോൾഡ് ഇൻ MS Word യൂസിങ്. അതായത് നമ്മൾ ഒരു സെലക്ട് ചെയ്ത ടെക്സ്റ്റ് നമുക്ക് ബോൾഡ് ചെയ്യണം. അതിന് MS Wordൽ ബോൾഡ് ചെയ്യാൻ MS Wordൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന്
ഷോർട്ട് കട്ട് കീ എന്നും പറയാം, അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കീകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം കേട്ടോ. ഷോർട്ട് കട്ട് കീയും ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? Ctrl+B ഷോർട്ട് കട്ട് കീ ആണ്, നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നേരിട്ട് വേർഡിലുള്ള ബോൾഡ് ഐക്കൺ ക്ലിക്ക് ചെയ്താലും മതി. നമ്മളെ റിബൺ മെനുവില് ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിലുള്ള ബോൾഡ് എന്ന് പറയുന്ന ഐക്കൺ ഇല്ലേ, അത് നേരിട്ട് സെലക്ട് ചെയ്ത ടെക്സ്റ്റിന് നേരെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ബോൾഡ് ഐക്കൺ ക്ലിക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഹോം ടാബില് ഫോണ്ടില് ബോൾഡ്, ഞാൻ ഇപ്പം പറഞ്ഞ ഈ രീതിയിലും പോയാൽ മതി. അപ്പോൾ 3 രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? വേർഡിലുള്ള ഒരു സെലക്ട് ചെയ്ത ടെക്സ്റ്റ് നമുക്ക് ബോൾഡ് ചെയ്യാൻ പറ്റും. ഇനി 24th question. The command bar that organized a program feature into a series of tabs so that users can quickly access the command is called. എന്താണ്? ഒരു കമാൻഡ് ബാർ ആണ്. എങ്ങനെയാണ്? ആ കമാൻഡ് ബാറിൽ എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് യൂസ് ചെയ്യുന്നവർക്ക് അല്ല നോക്കുന്നവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീരീസ് ഓഫ് ടാബ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു വേർഷൻ ഏതാണ്? റിബൺ അല്ലേ? അതായത് 2007 MS വേർഡിന്റെ വേർഷനിലാണ് റിബൺ എന്ന് പറയുന്ന ഒരു ഇത് വരാൻ തുടങ്ങിയത്. അപ്പൊ റിബൺ മെനുവിന്റെ പ്രത്യേകത എന്താ? നമ്മളെല്ലാ ഇപ്പം ഹോം ടാബിലുള്ളതും അതേപോലെ തന്നെ ഇൻസേർട്ട് ടാബിലൊക്കെ നേരിട്ട് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ. അപ്പൊ നമുക്ക് യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്വിക്കായിട്ട് ആ കമാൻഡ്സ് ചെയ്ത് എടുക്കാൻ പറ്റും. ടൈറ്റിൽ ബാർ എന്താണെന്ന് അറിയാലോ? നമ്മൾ MS വേർഡിന്റെ സ്ക്രീൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന ബാറാണ് ആര്? ടൈറ്റിൽ ബാർ അല്ലേ? അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇനി റൈറ്റ് ദ ഷോർട്ട് കട്ട് കീ. 25th question. Write the shortcut key in MS Word to increase the font size by 1 point while typing. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 1 point ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ട് സൈസ് 1 point ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+ ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്. എന്താണ്? Ctrl+ ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്. ഇനി Ctrl+ ക്ലോസ് ബ്രാക്കറ്റ് അല്ലേ? ഞാൻ ഡിക്രീസിന്റെ പറഞ്ഞു, സോറി. ഇൻക്രീസ് ചെയ്യുന്നത് 1 point ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ളത് ഏതായിരുന്നു? Ctrl+ ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് ആണ് എന്ത്? ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ഫോണ്ട് സൈസ്. ഇനി ഡിക്രീസ് ചെയ്യാനുള്ളതാണ് ഇത് Ctrl+ ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്. ഇത് ഡിക്രീസ് ചെയ്യാനുള്ളതാണ്. ഇത് എന്തിനാണ്? ഇൻക്രീസ് ചെയ്യാനുള്ളതാണ്. ഓർത്ത് വയ്ക്കുക. ഇനി 26th question. Choose the correct option to move the cursor to the last updation made before closing the document. അതായത് നമ്മൾ ഒരു ലാസ്റ്റ് അപ്ഡേഷൻ നടത്തുമ്പോൾ ഒരു ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേറ്റ് ലാസ്റ്റ് അപ്ഡേഷൻ നടത്തുന്ന സമയത്ത് അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അത് ക്ലോസ് ചെയ്തെന്ന് വെച്ചാലും പെട്ടെന്ന് നമ്മൾ ആ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യത്? ഏത് ഓപ്ഷൻ ചെയ്താൽ മതി? Shift+F5 ചെയ്താൽ മതി. ഇനി സ്ലൈഡ് ഷോയ്ക്കാണ് F5 ഷോർട്ട് കട്ട് കീ ട്ടോ. ഇനി 27th question. The page break is located in. പേജ് ബ്രേക്ക് എവിടെയാണുള്ളത്? The page background is located in dash tab. 27th question. The page background is located in dash tab. ഏത് ടാബിലാണ് പേജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്? പേജ് ലേഔട്ട് ടാബിലാണ്. ഓക്കെ. ഹോം ടാബിലും ഇൻസേർട്ട് ടാബിലും ഒക്കെ ഉള്ള ടൂളുകൾ ഓർമ്മയുണ്ടല്ലോ. ഹോം ടാബിലുള്ള പിന്നെ ഗ്രൂപ്പുകൾ ഏതൊക്കെയായിരുന്നു? ഹോം ടാബില് ആരൊക്കെ ഉണ്ട്? ഫോണ്ട് ഉണ്ട്, പിന്നെ അതേപോലെ ക്ലിപ്പാർട്ട്, ഫോണ്ട് അല്ലേ? വേർഡിലുള്ള നമ്മൾ വേർഡത്തെ ഹോം ടാബിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഹോം ടാബിലുള്ളവർ ആരൊക്കെയായിരുന്നു?
ഹോം ടാബിലുള്ളവരാണ് ആരൊക്കെ? ഹോം ടാബ് ഗ്രൂപ്പിലുള്ളവരാണ് ക്ലിപ്പ് ബോർഡ്, ഫോണ്ട് ഗ്രൂപ്പ്, പാരഗ്രാഫ്, അതേപോലെ തന്നെ സ്റ്റൈൽസ്, അതേപോലെ എഡിറ്റിംഗ് അല്ലെ. ഇനി ഇൻസേർട്ടിലാണെങ്കിലോ, ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഇൻസേർട്ടിൽ ഉണ്ടായിരുന്നത്? ഇൻസേർട്ടിലുണ്ടായിരുന്ന ഗ്രൂപ്പുകളാണ് ഇൻസേർട്ട് ടാബിലുള്ളത് പേജ്, ടേബിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്, അതേപോലെ ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ് ആൻഡ് സിമ്പിൾസ്. അതൊക്കെ ഏതായിരുന്നു? ഇൻസേർട്ട് ടാബിൽ ഉണ്ടായിരുന്നതാണ് അല്ലെ. അപ്പൊ ആ ഗ്രൂപ്പുകളും അതിന് ഓരോ ഗ്രൂപ്പിലുള്ള ഓപ്ഷൻസും ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി 28th ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ടാബ് യൂസ്ഡ് ടു മാഗ്നിഫൈ ദ പേജ് ഇൻ MS വേർഡ് ഫ്രം ദ ഫോളോയിങ്. എന്താ ചോദിച്ചത്? നമ്മളോട് MS വേർഡിലുള്ള ഒരു പേജിന്റെ കാര്യമാണ് പറയുന്നത്. അത് നമുക്ക് മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത് ടാബാണ്? വ്യൂ ടാബാണ് നമ്മൾ യൂസ് ചെയ്യാം. ഇനി 29th ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് ടാബ് ഫ്രം ദ ഫോളോയിങ് ഇൻ വിച്ച് ദ ഫുട്നോട്ട് ഓപ്ഷൻ ഈസ് അവൈലബിൾ. ഫുട്നോട്ട് ഓപ്ഷൻ അവൈലബിൾ ആവുന്നത് ഏത് ടാബിലാണെന്നാണ് ചോദിച്ചത്. ഫുട്നോട്ട് ഓപ്ഷൻ ഏത് ടാബിലാണുള്ളത്? റെഫറൻസ് ടാബിലാണ് ഉള്ളത്. പേജ് 30, question number 30, an image or text that appears behind the main text of the document that are often used to show the purpose of a document. എന്താ ചോദിച്ചത്? ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അതില് മെയിൻ ഡോക്യുമെന്റിന്റെ ബാക്കിലായിട്ട് അല്ലെ. അപ്പം മെയിൻ ഡോക്യുമെന്റിന്റെ ബാക്കിലായിട്ട് നമുക്ക് ഒരു ഷോ ചെയ്യുന്നത് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ യൂസ് ചെയ്യാന്നാണ് ചോദിച്ചത്. എന്താണ്? വാട്ടർമാർക്ക് അല്ലെ. ഇനി അടുത്തത് 31st ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് കൺട്രോൾ പ്ലസ് ഇ? കൺട്രോൾ പ്ലസ് ഇ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കൺട്രോൾ പ്ലസ് ഇ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഷോർട്ട് കട്ട് കീ ആണ്. അത് എന്തിനാ യൂസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അലൈൻ ദ ലൈൻ ഓർ സെലക്ടഡ് ടെക്സ്റ്റ് ടു സെന്റർ അല്ലെ. സെന്ററിലേക്ക് കൊണ്ടുപോകാനല്ലേ കൺട്രോൾ പ്ലസ് ഇ യൂസ് ചെയ്യാം. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ദ നമ്പർ ഓഫ് സ്പേസസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് എ പാരഗ്രാഫ് ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ് മാർജിൻ. എന്താണ്? അതായത് ഒരു പാരഗ്രാഫ്, ആ പാരഗ്രാഫില് ഉള്ള നമുക്ക് അതിലുള്ള സ്പേസസ് ഒക്കെ നമുക്ക് ലെഫ്റ്റ് അല്ലെ റൈറ്റ് മാർജിനിൽ സെറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? അല്ലെങ്കിൽ നമുക്കത് ഇൻഡന്റേഷൻ, അതായത് നമുക്ക് മാർജിനും പാരഗ്രാഫും തമ്മിലുള്ള അകലം, അതിനെയല്ലേ നമ്മൾ ഇൻഡന്റേഷൻ എന്ന് പറയാം, ഇൻഡന്റ് എന്ന് പറയാം. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. ആ പ്രോസസ്സിനെ പറയുന്നത് എന്താണ്? ഇൻഡന്റേഷൻ അല്ലേ പറയാ, അതിനുള്ള അകലമൊക്കെ ക്ലിയർ ആക്കുന്നതിന്. ഇനി the application, 33rd question, 33ാമത്തെ ക്വസ്റ്റ്യൻ, the application package used to perform word is. എന്താണ് ചോദിച്ചത്? വേർഡ് പ്രോസസ്സിങ്ങിന് പെർഫോം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പാക്കേജ് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? MS വേർഡും ലിബ്രി ഓഫീസ് റൈറ്ററും. എന്താണ് ഇത്? വിൻഡോസ്, ഇത് കാൽക്കിലും, ഇത് പിന്നെ ഇതിലുമുള്ള കാൽക്കിലുള്ള എന്താണ്? കാൽക്കിലുള്ള വരാണല്ലേ. ഇനി അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ 1 and 2. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തത് 34th ക്വസ്റ്റ്യൻ, ദ ഫീച്ചർ ഇൻ MS വേർഡ് ദാറ്റ് അലൗസ് എ ലാർജസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ഓർ എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ഡെക്കറേറ്റീവ് എലമെന്റ് അറ്റ് ദി ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിന്റെ ബിഗിനിങ്ങിലായിട്ട് നമ്മൾ വലിയ ലാർജസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററോ അല്ലെങ്കിൽ ഒരു വേർഡോ കൊടുക്കുന്നതിനുള്ള ഒരു ഫീച്ചർ ഉണ്ട് MS വേർഡിൽ. അത് ഏത് ഫീച്ചർ ആണെന്നാണ് ചോദിക്കുന്നത്. ഏത് ഫീച്ചർ ആണ്? ഡ്രോപ്പ് ക്യാപ്പ് അല്ലെ. ഡ്രോപ്പ് ക്യാപ്പ് അല്ലേ വരിക. ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ടൂഗിൾ കേസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ടൈപ്പ് ചെയ്തത് സ്മോൾ ലെറ്ററിലാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ആക്കും, ക്യാപിറ്റലിലാണെങ്കിൽ അതിനെന്താക്കും? സ്മോൾ ലെറ്ററിലേക്ക് ആക്കാനുള്ളതാണ് ടൂഗിൾ കേസ്.
ഇനി അടുത്തത് 35th ക്വസ്റ്റ്യൻ. നെയിം ദ യൂസ്ഫുൾ ഫീച്ചർ ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് ഡാറ്റ ഫ്രം ബോത്ത് മൈക്രോസോഫ്റ്റ് വേർഡ് ആൻഡ് മൈക്രോസോഫ്റ്റ് എക്സൽ ആൻഡ് അലോസ് യു ടു ക്രിയേറ്റ് എ മൾട്ടിപ്പിൾ ഡോക്യുമെന്റ് അറ്റ് വൺസ്, സച്ച് ആസ് ലെറ്റർ, saving your the time and effort of retyping the same letter many times. എന്താണ് മെയിൽ മർജ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിച്ചത്? അതായത് നമ്മളൊരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒരുപാട് സ്ഥലത്തേക്ക് നമുക്ക് സെൻഡ് ചെയ്യാനുണ്ട്, ഒരു സെയിം ഫോർമാറ്റ് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അല്ലെ ഒരു ഫീച്ചറാണ് ഇത് മെയിൽ മെർജ്. അതിന്റെ വിശദീകരിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ. 36th question. Commands provide an easy and effective way to make a note on something that need additional attention or provide additional information. Choose from the following the right option to insert comment in a document. അതായത് നമുക്ക് നോട്ട് അങ്ങനത്തെ എന്തെങ്കിലും അഡീഷണൽ അറ്റൻഷൻസ് ഒക്കെ അല്ലെ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസേർട്ട് കമന്റ് എന്ന് പറയുന്നത് ഏതാണ്? റിവ്യൂ ടാബിലാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 37th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ MS Word 2007 ഡോക്യുമെന്റ് വ്യൂ? MS Wordന്റെ 2000 വേർഷനിലുള്ള വേർഷൻ ഡോക്യുമെന്റിൽ ഉൾപ്പെടാത്ത വ്യൂ ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്രിന്റ് ലേഔട്ട് ഉണ്ട്, ഫുൾ സ്ക്രീൻ റീഡിംഗ് ഉണ്ട്, വെബ് ലേഔട്ട് ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്. ഏതാ? പോർട്രേറ്റ് ആണ് അല്ലെ, ലാൻഡ്സ്കേപ്പ് അല്ലേ ഇത്. ഇനി 38th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് ദി കറന്റ് ഡോക്യുമെന്റ്? അതായത് നമ്മളൊരു ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറന്റ് ഡോക്യുമെന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇവയിൽ ഏതാ തരിക എന്നാണ് ചോദിക്കുന്നത്. ടൂൾ ബാറിലാണോ, സ്റ്റാറ്റസ് ബാറിലാണോ, ടൈറ്റിൽ ബാറിലാണോ? എവിടെയാ ഉണ്ടാവുക? സ്റ്റാറ്റസ് ബാറിലാണ് അല്ലെ. ടൈറ്റിൽ ബാറിൽ ആ കറന്റ് ഡോക്യുമെന്റിന്റെ പേരാണ് ഉണ്ടാവുക. കറന്റ് ഡോക്യുമെന്റിന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, പേജ് നമ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൂഫിംഗ് എറർസോ ഒക്കെ ഏതിലാണ് ഉണ്ടാവുക? ഈ സ്റ്റാറ്റസ് ബാറിലാണ് കൊടുക്കുക. അടുത്ത് 39th ക്വസ്റ്റ്യൻ. 39th ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്ന്. അതായത് ഇതിൽ ഓഡ് വൺ ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? വെബ് റൂട്ട് ആണ് ഓഡ് വൺ. 40th question. When we want to arrange, summarize or sort data in a spreadsheet, അതായത് സ്പ്രെഡ്ഷീറ്റിൽ ഒരു ഡാറ്റയെ നമുക്ക് അറേഞ്ചും സമ്മറൈസും സോർട്ടും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പിവോട്ട് ടേബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക. 41th question. The trim function in MS Excel is used to perform. ട്രിം ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. എന്തിനാ യൂസ് ചെയ്യുന്നത് ട്രിം ഫംഗ്ഷൻ? റിമൂവ് അഡീഷണൽ സ്പേസ് അല്ലെ, അഡീഷണൽ സ്പേസുകൾ റിമൂവ് ചെയ്യാനാണ് ട്രിം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി 42nd ക്വസ്റ്റ്യൻ. The feature 42th question എന്താ? The feature in MS Excel that allows to insist some rules on data values that can be entered in a particular cell. ഡാറ്റ വാലിഡേഷൻ ആണ്. എന്താ? സോർട്ടിങ്, അറേഞ്ച് ചെയ്യുന്നതാണ് സോർട്ടിങ് അല്ലേ. വീണ്ടും ഷോർട്ട് കട്ട് കീ ചോദിക്കുന്നുണ്ട്. ഷോർട്ട് കട്ട് കീ ചോദിച്ചത് ദ ഷോർട്ട് കട്ട് കീ ഫോർ ഹൈഡിങ് റോസ് ഇൻ എക്സൽ. എക്സലില് നമുക്ക് റോകളെ ഹൈഡ് ചെയ്യണം. അതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+9 ആണ് ഷോർട്ട് കട്ട് കീ. ഇനി 44th ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഷോർട്ട് കട്ട് ടു ഇൻസേർട്ട് എ ന്യൂ വർക്ക് ഷീറ്റ് ഇൻ എ വർക്ക് ബുക്ക് ഫ്രം ദ ഫോളോയിങ്. അതായത് നമ്മളെ വർക്ക് ബുക്കിലെ ഒരു വർക്ക് ഷീറ്റും കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് 44th ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ Alt+Shift+F1 ഉണ്ട്, ഓപ്ഷൻ ബി F1 ഉണ്ട്, ഓപ്ഷൻ സി Alt+F1 ഉണ്ട്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ് വരിക? Alt+Shift+F1 ആണ് വരിക. The 45th question. The set of
pre-designed format of text, color schemes and graphics effects in PowerPoint is called. അതായത് പവർ പോയിന്റിൽ നമ്മൾ ടെക്സ്റ്റ് അതേപോലെ കളർ സ്കീംസ് ഗ്രാഫിക്സ് ഒക്കെ കൊടുക്കില്ലേ, അതിനെ നമ്മൾ എന്താണ് പറയാൻ, അതൊക്കെ ഏതിലാ പെടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഏതിലാ? ടെംപ്ലേറ്റ്സിൽ അല്ലേ. അതായത് അവിടെ എന്താ, ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രീ ഡിസൈൻഡ് ഫോർമാറ്റുകളാണ് ടെക്സ്റ്റിന് വേണ്ട. എന്തൊക്കെയാണ്? കളർ ഉണ്ടാവും, സ്കീംസ് ഉണ്ടാവും, ഗ്രാഫിക്സ് ഉണ്ടാവും അല്ലെ. ഇനി 46th ക്വസ്റ്റ്യൻ, ദ സ്ലൈഡ് വ്യൂ ദാറ്റ് അലോ us to view all sides at time in a miniature from is dash. ഏതാ വരിക? സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ് വരിക. ഏതാണ്? സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ് വരിക. സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ് എന്ത്? ദ സ്ലൈഡ് വിച്ച് ദാറ്റ് അലോസ്, എന്താ അലോസ് ചെയ്യുന്നത്? ടു വ്യൂ ഓൾ സ്ലൈഡ്സ് അറ്റ് എ ടൈം ഇൻ എ മിനിറ്റ്. ഒരു ഒറ്റ ടൈമിൽ തന്നെ നമുക്ക് ഒന്നായിട്ട് കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയാം. ഓക്കെ. ഇനി നോർമൽ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അതെന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും മെയിൻ എഡിറ്റിംഗ് വ്യൂവിനെയാണ് നമ്മൾ എന്താ പറയാ? നോർമൽ വ്യൂ എന്ന് പറയാ. അതിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മൾ എഴുതുകയും ഡിസൈൻ ചെയ്യുകയും ഒക്കെ ചെയ്ത പ്രസന്റേഷൻസ്, നമ്മൾ എഴുതുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്ത പ്രസന്റേഷൻസ് ഒക്കെ എവിടെയൊക്കെയാണ്? ഈ മെയിൻ എഡിറ്റിംഗ് വ്യൂവിലാണ് കാണുക. ഈ മെയിൻ എഡിറ്റിംഗ് വ്യൂ ആണ് ഇത് നോർമൽ വ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത നമ്മൾ പറയുന്നത് 47th ക്വസ്റ്റ്യൻ ആണ്. എ സ്ലൈഡ് ഷോ ക്യാൻ ബി എൻഡ് ബൈ. നമുക്ക് സ്ലൈഡ് ഷോ നിർത്താൻ വേണ്ടി ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? എസ്കേപ്മെന്റ് ബട്ടൺ. 48th ക്വസ്റ്റ്യൻ, ദ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് എ ഫയൽ ഇൻ PowerPoint 2007 ഈസ്. പവർ പോയിന്റിന്റെ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ എന്താ? .pptx. 49th question, the functional key used to start presentation from the beginning. തുടക്കം തൊട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് പ്രസന്റേഷൻ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ F5 ആണ്. ഇനി 50th question, the visual or sound effect graphics that can be added in a slide is. എന്താണ്? ഒരു സ്ലൈഡില് വിഷ്വൽ ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ സൗണ്ട് ഇഫക്റ്റുകളൊക്കെ കൊടുക്കുന്നതിന് നമ്മൾ എന്താ പറയാ? ആനിമേഷൻസ്. ഓക്കെ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ കമ്പ്യൂട്ടറിലെയും ടൈപ്പ് റൈറ്ററിലതും കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. നമ്മൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ എടുത്ത സമയത്ത്, ഓരോ ടോപ്പിക് എടുത്ത സമയത്ത് അതിൽ വന്ന പോയിന്റ്സിൽ പെട്ടതാണ്, നമ്മളവിടെ ഡിസ്കസ് ചെയ്താണ്. പിന്നെ കമ്പ്യൂട്ടറിലെ ക്വസ്റ്റ്യൻസ് എനിക്കും അത് നമ്മൾ ബാക്കി സ്പ്രെഡ്ഷീറ്റും അതേപോലെ തന്നെ പവർ പോയിന്റും ഒക്കെ എടുക്കുമ്പോൾ ബാക്കി നോട്ട്സ് കൂടി നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി പഠിക്കുക. അപ്പം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. താങ്ക് യു.